വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച അജിത ടീച്ചറുടെ പൊതുദർശനം ഇപ്പോൾ ഷൊർണൂരിലെ വീട്ടിൽ നടക്കുകയാണ്. ഇന്ന് വൈകിട്ട് തന്നെ സംസ്കാരം നടക്കും. അവിടെ നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അജിത ടീച്ചറിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് ടീച്ചറിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചറിൻ്റെ സഹപ്രവർത്തകരും ഒപ്പം തന്നെ ഇവിടെ ടീച്ചറിന് ഇതിന് സമീപത്തുള്ള ഒരു സ്കൂളാണ് പഠിപ്പിച്ചത്. അവിടുത്തെ സഹപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ഒന്നടങ്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. ടീച്ചറിൻ്റെ അയൽവാസി ഇപ്പം നമുക്കൊപ്പമുണ്ട്. എപ്പോഴായിരുന്നു ഈ മരണവാർത്ത അറിയുന്നത്? ഇന്നലെ വൈകിട്ട് ഒരു 5:30 ഇങ്ങനെ ഒരു അപകടത്തിൻ്റെ വിവരം അറിയുന്നത്. സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് അല്ലെങ്കിൽ പിന്നെ പാങ്ങിലുള്ള ഒരു സ്കൂളിലെ അധ്യാപകർ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയുന്ന വിവരം. അപ്പോഴും അജിത ടീച്ചർ ഈ അപകടത്തിനകത്ത് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒരു 7-7:30 മണിയോട് കൂടിയിട്ടാണ് ടീച്ചർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ ഓടിക്കൂടുകയും പിന്നെ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ആളുകൾ നേരെ പൊള്ളാച്ചിയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളും ഐഡൻറ്റിഫിക്കേഷനും മറ്റു കാര്യങ്ങളെല്ലാം നടന്നത്. ടീച്ചറിൻ്റെ സംസ്കാരം എവിടെ വെച്ചാണ്, എപ്പോഴാണ്? ഷൊർണൂർ ശാന്തി തീരത്ത് വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. മകൾക്ക് പരീക്ഷയായിരുന്നു, മകളെ അറിയിച്ചോ? മകള് പരീക്ഷ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പരീക്ഷ ആയതുകൊണ്ട് തന്നെ അവരെ ഫോണും അതുപോലെ TV-യും മറ്റു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ഈ മരണ വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ ഇവിടുന്ന് ഒരു ടീം അവരെ എടുക്കാൻ വേണ്ടി പോയിരുന്നു. പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിവരം അറിയിച്ചത്. അകത്ത് കാണാൻ കഴിയും. ബന്ധുമിത്രാദികളെല്ലാം തന്നെ ഇവിടെ ഇരിക്കുന്നതടക്കം നമുക്ക് കാണാൻ കഴിയും. വലിയ ഒരു ദുഃഖ നിമിഷത്തിൽ തന്നെയാണ് ഈ പരിസരം ഉള്ളത്. വലിയ തരത്തിലുള്ള വിഷമത്തിലാണ് ബന്ധുക്കളും ഒപ്പം തന്നെ നാട്ടുകാരും പ്രിയപ്പെട്ടവരും ഒക്കെ ഉള്ളത്. കാരണം അപ്രതീക്ഷിതമായ ഒരു വിയോഗം അവരെ തേടിയെത്തിയത് വലിയ തലത്തിലുള്ളൊരു വേദനയോടുകൂടെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു വേദനയിൽ കഴിയുകയാണ് നാടും നാട്ടുകാരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.